ഇപ്പോൾ റമദാനിൽ നമുക്കറിയാം കാരുണ്യം കൊണ്ട് ഒരുപാട് ആളുകൾക്ക് സദക്കയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയമാണ്. ഒരുപാട് ആൾക്കാർ ദാനധർമ്മം ചെയ്യുന്നതിൽ മുഴുകുന്ന ആൾക്കാരാണ്. അൽഹംദുലില്ലാ. മനുഷ്യൻ്റെ കാരുണ്യം നൈമിഷികമാണ്. കാരുണ്യം തോന്നുന്ന സമയത്ത് കാരുണ്യത്തിലേക്ക് എടുത്തു ചാടിയിട്ടില്ലെങ്കിൽ കാരുണ്യത്തിൻ്റെ അളവ് കുറഞ്ഞു വരും. പക്ഷേ അങ്ങനെ സംഭവിക്കുമോ? ഇത്രേ ഉള്ളൂ ഉദാഹരണം. നമ്മൾ ഒരു ഓർഫനേജിലോ ഒരു ഓൾഡ് ഏജ് ഹോമിലോ പോകുന്നു. അപ്പോൾ അവിടുത്തെ ദാരുണമായ അവസ്ഥകളൊക്കെ കണ്ട് ആകെ പ്രയാസം തോന്നിയിട്ട് നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിക്കുകയാണ്, എന്തായാലും വേണ്ടില്ല 1,00,000 റുപ്യ അവിടെ കൊടുക്കണം. ഉറപ്പിച്ചിട്ടുണ്ടാവും 1,00,000 കൊടുക്കണേ. തിരിച്ചിങ്ങനെ കാറിൽ വരുമ്പം കുറച്ച് ദൂരം യാത്ര ചെയ്ത് കഴിയുമ്പം മനസ്സിൽ അത് 75,000 ആവും. വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അത് 50,000 ആവും. 2-3 ദിവസം കഴിയുമ്പോൾ ഒരു 10,000 റുപ്യ അവിടെ കൊടുക്കണം എന്നുള്ളതാവും. പിന്നെ കുറച്ചുകൂടി കഴിയുമ്പം ഇനി എപ്പോഴെങ്കിലും അവിടെ പോകുമ്പോൾ എന്തെങ്കിലും ചെയ്യണമെന്നാവും. അപ്പോൾ കാരുണ്യം എന്ന് പറഞ്ഞ സംഗതി മനുഷ്യൻ്റെ ഉള്ളിൽ കുറച്ച് സമയമാണ് അതിൻ്റെ ഇൻറ്റൻസിൽ നിൽക്കുന്നത്. അത് കഴിഞ്ഞാൽ പതുക്കെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഈ നോമ്പ് കാലത്ത് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം, കാരുണ്യം തോന്നുമ്പം ദാനധർമ്മം ചെയ്യാൻ തോന്നുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് എടുത്തു ചാടുക. അല്ലെങ്കിൽ അത് പതിയെ അതിൻ്റെ താല്പര്യം കുറഞ്ഞു വരികയും നമ്മൾ അതിൽ നിന്ന് വിട്ടുപോവുകയും ചെയ്യും. നമ്മുടെ കാരുണ്യം കൊണ്ട് നമ്മൾ എന്തെങ്കിലും കൊടുക്കുന്ന കാര്യത്തിൽ തിരക്ക് കൂട്ടിയിട്ട് വേഗം കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പം അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുന്നൊരു ആശ്വാസം വലുതായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ പിടിച്ചു വെക്കാതിരിക്കുക, കാരുണ്യത്തിലേക്ക് എടുത്തു ചാടുക.